ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിജോ. ഒരു ഫിഷ് ഹോബിസ്റ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോകളുടെ പ്രധാനമായിട്ടും ഉള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നതായിട്ടുള്ള മത്സ്യങ്ങളുടെ കെയറിങ്, ബ്രീഡിങ് തുടങ്ങിയ കാര്യങ്ങളുടെ റെക്കോർഡ് കീപ്പിംഗ് ആണ്. അപ്പം ഫ്യൂച്ചറിൽ ആരെങ്കിലും ഈ സെയിം ഫിഷുകളെ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു റെഫറൻസ് എന്നുള്ള രീതിയിൽ ഈ വീഡിയോകൾ ഉപകാരപ്രദപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ബെറ്റകളെ കുറിച്ച് പരിചയപ്പെടാം. ഇപ്പം ബെറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ബെറ്റകളെ അറിയാത്തതായിട്ട് ആരുമില്ല, ലൈക്ക് ബെറ്റ സ്പ്ലെൻഡൻസ്. എന്നാൽ നമ്മളിതിൽ കാണുന്ന കൂടുതലും ബെറ്റ സ്പ്ലെൻഡൻസ് അല്ല, പുതിയതായിട്ട് ഹോബിയിൽ കാണാൻ കഴിയുന്ന വൈൽഡ് ബെറ്റകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ബെറ്റ മഹാച്ചായ്, ബെറ്റ മഹാച്ചെൻസിസ് എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു വൈൽഡ് ബെറ്റയാണ്. തായ്ലൻഡിലെ ബാങ്കോക്ക് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ബെറ്റയാണ് ബെറ്റ മഹാച്ചെൻസിസ്. ഇവരുടെ ആവാസ വ്യവസ്ഥകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ബ്രാക്കിഷ് കണ്ടീഷൻസിലാണ് ഇവരെ കാണാറുള്ളത് എന്നുള്ളതാണ്. ബ്രാക്കിഷ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ഉപ്പ് രസം കലർന്ന വെള്ളം, അതായത് ഒരു 1 ppt to 10 ppt സലൈനിറ്റിയിലുള്ള വെള്ളത്തിലാണ് ഇവരെ പൊതുവെ കാണപ്പെടാറുള്ളത്. ഇവരുടെ ക്ലോസ് കസിൻസ് എന്ന് വിളിക്കാവുന്ന ബെറ്റ ഇംബെർലീസ്, അതേപോലെ ബെറ്റ സ്പ്ലെൻഡൻസിനെയൊക്കെ ഇതേപോലുള്ള സാഹചര്യങ്ങൾ, അതായത് സലൈനിറ്റി ഉള്ള സാഹചര്യങ്ങളിൽ കാണാറുണ്ടെങ്കിലും എക്സ്ക്ലൂസീവായിട്ട് ബ്രാക്കിഷ് കണ്ടീഷൻസിൽ കാണപ്പെടുന്ന ഒരു ഫിഷാണ് ബെറ്റ മഹാച്ചെൻസിസ്. നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഇവരെ കാണപ്പെടുന്ന സ്ഥലങ്ങളിലെ pH എന്ന് പറയുമ്പോഴത്തേക്ക് 7 to 8.5 വരെയാണ്. എന്നാൽ ബ്രീഡിങ്ങിന് നമുക്കൊരു 6.5 to 8 വരെയുള്ള ഏത് pHലും ഇവർ വളരെ ഈസി ആയിട്ട് ബ്രീഡാവും. ക്യാപ്റ്റിവിറ്റിയിൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സലൈനിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വൈഡ് pH ടോളറൻസ് പോലെ തന്നെ ഇവർക്ക് ടെമ്പറേച്ചറിനും ഒരു വൈഡ് റേഞ്ച് തന്നെ ടോളറൻസ് ഉണ്ട്. അതായത് ഒരു 22 തൊട്ട് 28 വരെയുള്ള ടെമ്പറേച്ചറിലൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷാണ്. അതേപോലെ തന്നെ മറ്റ് ബെറ്റകളിൽ നിന്നുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വാട്ടർ ഹാർഡ്നെസ് കുറച്ച് ഹൈ ആയാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അതായത് ഒരു 100 തൊട്ട് ഒരു 350 ppm ഹാർഡ്നെസ്സിലൊക്കെ വളരെ ഹെൽത്തി ആയിട്ട്, അതായത് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കാണുന്ന ഹാർഡ്നെസ് ആണത്. കൂടുതലും ഹോബിയിൽ കാണപ്പെടുന്നത് മെയിൽസ് ആണ്. കാരണം ഇവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഈ മെയിൽസിനെയാണ് കൂടുതലും കളക്ടേഴ്സിന് കിട്ടുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ബ്രാക്കിഷ് വാട്ടർ സാഹചര്യങ്ങളിലാണ് ഇവർ കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ഒരു പ്രത്യേക തരം ഈ ബ്രാക്കിഷ് കണ്ടീഷൻസിൽ വളരുന്ന ഒരു പനയുടെ ഓലകളുടെ ഇടയിലാണ് ഇവരുടെ നെസ്റ്റിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെസ്റ്റിനകത്ത്, ഈ നെസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന മെയിൽസിനെയാണ് കൂടുതലും കളക്ടേഴ്സിന് കിട്ടാറുള്ളത്. ഫീമെയിൽസ് ജസ്റ്റ് ഒന്ന് എഗ് ലേ ചെയ്തിട്ട് പോവാറാണ് പതിവ്. ഇനി ഫീമെയിൽസിനെ കിട്ടിയില്ല, മെയിൽസിനെ മാത്രമേ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിവരെ ഇവരുടെ ക്ലോസ് റിലേറ്റീവായിട്ടുള്ള ബെറ്റ സ്പ്ലെൻഡൻസിൻ്റെ ഫീമെയിൽസ്, അതായത് സ്പ്ലെൻഡൻസ് ഏത് ഫീമെയിൽസുമായിട്ടും നമുക്കിവരെ ക്രോസ് ചെയ്യാം. പക്ഷേ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് ബ്ലൂ പ്ലക്കാറ്റ് ഫീമെയിൽസുമായിട്ട് ക്രോസ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയുള്ളൊരു ഹൈബ്രിഡൈസേഷൻ ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിൽ, ഇൻ കേസ് നിങ്ങൾക്ക് ഫീമെയിലിനെ കിട്ടാൻ യാതൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം
ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കഴിവതും ഈ വൈൽഡ് പെറ്റുകൾ ധാരാളം സ്ഥലങ്ങളിൽ നിന്നും പല കളക്ഷൻ പോയിന്റിൽ നിന്നൊക്കെ വരുന്ന ഫിഷസ് ഉണ്ട്. അപ്പോൾ കഴിവതും അവരുടെ ആ ഒരു സ്പീഷീസിൻ്റെ പ്യൂരിറ്റി നിലനിർത്താൻ ശ്രമിക്കുക. ഇൻ കേസ് ഇങ്ങനെ ഹൈബ്രിഡൈസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരിക്കലും ഓപ്പൺ വാട്ടറിൽ അല്ലെങ്കിൽ അത് നാച്ചുറലായിട്ട് ബ്രീഡ് ചെയ്ത് ഫ്ലറിഷ് ആവാനുള്ള യാതൊരു സാഹചര്യങ്ങളിലും അതിന് കൊടുക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹോബിയിൽ അതിനെ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇതിന് അങ്ങനെ ഓപ്പൺ വാട്ടർ വേയിലൊന്നും പോയി ഫ്ലറിഷ് ആവാനുള്ള യാതൊരു ചാൻസും ഇല്ല. എങ്കിൽ പോലും അതിൻ്റെ സ്പീഷീസുകളെ തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്യാതിരിക്കാൻ കഴിവതും ശ്രമിക്കാറുണ്ട്. ഞാനിവർക്ക് പ്രധാനമായിട്ട് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പെല്ലറ്റുകൾക്ക് പുറമെ ഗ്രിൻഡൽ വേംസ്, ഡാഫ്നിയ, ബ്ലഡ് വേംസ്, ഇവർ ഒട്ടുമിക്ക കൊമേഴ്സ്യൽ ഫീഡുകളും അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് തന്നെ ഇവരെ വളർത്താനുള്ള ഒരു നമ്മളുടെ ആ ഒരു ഈസിനെസ് കൂട്ടുന്ന ഒരു സംഗതിയാണ്. ഇവരുടെ ആൺപെൺ മത്സ്യങ്ങളെ ബെറ്റ സ്പ്ലെൻഡൻസ് പോലെ തന്നെ വളരെ ഏർലി സ്റ്റേജ് ഓഫ് ഗ്രോത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് മെയിൽസിനെ നമുക്ക് ടാങ്കിൽ കീപ്പ് ചെയ്താലും പൊതുവെ അഗ്രഷൻ സ്പ്ലെൻഡൻസ് പോലൊന്നും അഗ്രഷൻ കാണിക്കാത്തൊരു ഫിഷ് കൂടിയാണ്. വൈൽഡ് ബെറ്റുകളിൽ തന്നെ ഏതാണ്ട് 73 റെക്കഗ്നൈസ്ഡ് സ്പീഷീസുകളുള്ളതിൽ ഞാനിവിടെ ബ്രീഡ് ചെയ്തിട്ടുള്ള 7 സ്പീഷീസുകളെയാണ് നമ്മളിതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഔട്ട് ബ്രൂഡിംഗ് ബെറ്റാസിനെ പരിചയപ്പെടാം. ഇവരുടെ കീപ്പിങ്ങിനെയും ബ്രീഡിങ്ങിനെയും സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ് വഴിയോ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ത്രൂ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.